വരട്ടെ, ഒരാൾ എന്തോ പറയാൻ വേണ്ടി വെമ്പിനിപ്പുണ്ട്. ഹായ്, രണ്ടുപേരോടും കൂടെയാണ് പറയാനുള്ളത്. പക്ഷെ ആദ്യത്തെ ചോദ്യം റോഷനോടാണ്. എന്നെയും പ്രയാഗയും കൂടാതെ ലിയോണയും റോഷനും കൂടെ ഒരു സ്ഥലത്ത് പോയി. ഞങ്ങൾക്ക് പോകണമെന്ന് ആഗ്രഹമുള്ളൊരു സ്ഥലമായിരുന്നു. ഞങ്ങളെ രണ്ടുപേരെയും കൊണ്ടുപോകാതെ റോഷനും ലിയോണയും കൂടെ ഒരു സ്ഥലത്ത് പോയി, ഒരു റെസ്റ്റോറൻറ്റിലാണ്. അതെന്താ ഞങ്ങളെ രണ്ടുപേരും കൊണ്ടുപോകാൻ? അത് മോശമായി പോയില്ല. ഞങ്ങൾ ഇത്രയും കാത്തിരുന്നിട്ട് ഞങ്ങളെ രണ്ടുപേരെയും കൊണ്ടുപോകാണ്ട് നിങ്ങൾ പോയി. അതിൻ്റെ ഉത്തരം എന്തായാലും ഇപ്പം പറഞ്ഞേ പറ്റൂ. എന്തായാലും പ്രയാഗ ചോദിച്ചോളൂ കേട്ടോ. എന്താണ് റോഷൻ ഇങ്ങനെയുള്ള ചതികളൊക്കെ താങ്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ ചതിയുടെ പുറകില് മെയിനായിട്ട് ഒരു വില്ലനും കൂടെ ഉണ്ട്. അദ്ദേഹം ഇന്നിവിടെ ഇല്ല, സന്തോഷ് കീഴാറ്റൂർ. അപ്പൊ ഞങ്ങള് തലശ്ശേരിയില് ഓൾഡ് ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് ബംഗ്ലാവ്സ് എന്ന് പറഞ്ഞ വീട്ടിലാണ് ഷൂട്ടിംഗ്. ഞാൻ അവിടെ വന്നിരുന്നു. അപ്പൊ ആ വീട്ടിൽ ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന ദിവസങ്ങളൊക്കെ സന്തോഷമായിട്ട് മോസ്റ്റ്ലി ഫ്രീ ആണ്. എല്ലാ ദിവസവും പുറത്തു പോയി ഭക്ഷണം കഴിക്കും. അപ്പൊ നമ്മൾ ഈ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തലശ്ശേരി സൈഡിലെ ഭക്ഷണം, അവിടുത്തെ ബിരിയാണി. അപ്പൊ എനിക്കിതൊക്കെ ട്രൈ ചെയ്യണമെന്ന് വലിയ ആഗ്രഹമാണ്. അപ്പൊ ഞാനും ലിയോണയും ലിയോണയുടെ അമ്മയും സന്തോഷേട്ടനും കൂടെ ഒരു വണ്ടിയിൽ ഇരിക്കുമ്പോഴത്തേക്കിനാണ് ഈ കട ഞങ്ങളിങ്ങനെ പാസ് ചെയ്ത് പോകുന്നത്. അപ്പൊ ചവിട്ടിയോടെ? അപ്പൊ ചവിട്ടിയില്ല. അപ്പൊ ചവിട്ടി കഴിഞ്ഞാൽ എല്ലാരും പുറകെ വരുന്ന വണ്ടികളൊക്കെ അവരും ചവിട്ടും. അപ്പൊ പറഞ്ഞു, നിങ്ങൾ ഹോട്ടലിലേക്ക് പോയിക്കോ, അവിടുന്ന് ചേഞ്ച് ചെയ്തിട്ട് ബ്രേക്ക് കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിൽ പോയി ഷൂട്ട് ചെയ്യാവുന്നു. ഹോട്ടലിൽ പോയിട്ട് അവിടുന്ന് നേരെ ഞങ്ങൾ ഈ വണ്ടിക്കാരനെയും കൂട്ടി തിരിച്ച് നാഷണലിലേക്ക് പോയി. ആ സമയത്ത് സത്യമായിട്ടും ആശ്ചേച്ചി എത്ര പറഞ്ഞാലും വിശ്വസിക്കില്ല, സത്യമായിട്ട് ഞാൻ മനസ്സിൽ ഒരു സെക്കൻഡ് ഓർത്തു, ആശ്ചേച്ചിക്ക് ഇന്ന് ഷൂട്ടില്ല, ഫ്രീ ആയിരിക്കും ആലോചിച്ചു. പ്രയാഗ ആ സമയത്ത് അവിടെ ഇല്ല. പ്രയാഗ ആ സമയത്ത് ആ 2 ദിവസം തലശ്ശേരിയിലില്ലായിരുന്നു. അതുകൊണ്ട് ആശ്ചേച്ചിനെ വിളിക്കണമെന്ന് ഞാൻ ഒരു സെക്കൻഡ് ഓർത്തു. പിന്നെ ഞാൻ വിചാരിച്ചു, ആശാ ശരത്താണ്, ചെറിയ ഒരു കടയാണ്, ആകെ കൂടെ 5 ടേബിൾ കാണും, ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടി വരും, വളയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും. അതെ, ആകെ സീനാവും. ചിലപ്പം അവരുടെ ഒരു ദിവസത്തെ കച്ചവടം ഇല്ലാണ്ടായി പോകും. ഇതാണ് ആശേച്ചിയോട് പറഞ്ഞ എക്സ്ക്യൂസ്. ഇതാണ് കാര്യം. ആശേച്ചി ഇത് എന്തായാലും വിശ്വസിക്കുന്നില്ല. എന്തായാലും യാതൊരു പരാതികളും ഇല്ല. അത് പ്രയാഗൊന്നുണ്ടായിരുന്നില്ലല്ലോ. പക്ഷെ ഇതിലൊരു പ്രാച്യത്വം എപ്പോഴെങ്കിലും ആശയ്ക്ക് ചെയ്തു കൊടുക്കണം. പ്രയാഗാൻ എന്തിനു ചെയ്യണം? 2 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ വേറൊരു വീട്ടിൽ രാത്രി നൈറ്റ് ഷൂട്ട് ഒരു സോങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിന് ഞാൻ പാസ് ചെയ്യുന്ന ഒരു മുറിയിൽ നിന്ന് എന്തോ ഒരു ശബ്ദം കേട്ട് തുറന്നു നോക്കിയപ്പോ ആശ്ചേച്ചി അകത്തിരുന്ന് ഒരു കാട്ടനകത്തുനിന്ന് മുട്ടമാല കഴിച്ചുകൊണ്ടിരിക്കും. ആരെയും വിളിക്കാതെ ഒറ്റയ്ക്ക് റൂമിലിരുന്നിട്ട്. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഇനി പ്രായശ്ചിത്വമൊന്നുമില്ല. അവിടെ കഴിഞ്ഞു.